രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനവ്രതത്തിൽ പ്രവേശിച്ചു. 11 നാൾ ഇനി നരേന്ദ്രമോദി ഉപവാസത്തിലായിരിക്കും. ജലം മാത്രമാണ് ഈ വരുന്ന ദിവസവും പ്രധാനമന്ത്രിയുടെ ആഹാരം. രാജ്യത്തിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലാകുന്ന അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തണമെന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി ഒരു തികഞ്ഞ വിശ്വാസി എന്ന നിലയിൽ 11 നാൾ ഉപവാസമെടുക്കുന്നത്. തൻ്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കഠിനമായ ഉപവാസവ്രതം അനുഷ്ഠിക്കുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തെയും മെഡിക്കൽ ടീമിനെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് 11 ദിവസം ജലപാനം മാത്രം എന്ന തീരുമാനം പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ലോകത്തെ അറിയിച്ചത്. ഭക്ഷണം ഒഴിവാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ടീം ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന മറുപടി പ്രധാനമന്ത്രി എഴുതി നൽകുകയായിരുന്നു. ഉപവാസത്തിന്റെ ഭാഗമായി ഇനി ഏതാനും മണിക്കൂറുകൾ താൻ മൗനവ്രതത്തിലായിരിക്കുമെന്നും കുറിപ്പെഴുതി മറുപടി നൽകി. പഴങ്ങളെങ്കിലും കഴിക്കണമെന്ന മെഡിക്കൽ ടീമിന്റെ അഭ്യർത്ഥനയും പ്രധാനമന്ത്രി നിരസിച്ചു. തൻ്റെ അമ്മ ഉപവാസം ഇരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും തനിക്ക് ഇത് ശീലമായ സംഗതിയാണെന്നുമായിരുന്നു സുരക്ഷാ സംഘത്തിന് മോദി എഴുതി നൽകിയത്. താൻ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ 100% ആത്മാർത്ഥത കാണിക്കുക എന്നത് പ്രധാനമന്ത്രി മോഡിയുടെ സ്വഭാവ വിശേഷമാണ്. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ ഹിന്ദുമത വിശ്വാസികളുടെ ഹൃദയദേവനാണ് ശ്രീരാമചന്ദ്രൻ. രാമന്റെ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം പുനഃസ്ഥാപിക്കുക എന്നത് കഴിഞ്ഞ 500 വർഷമായി ഹിന്ദുക്കളുടെ ആഗ്രഹവും ഹൃദയവേദനയുമായിരുന്നു. ആ സ്വപ്നം സഫലമാകുന്ന മുഹൂർത്തത്തെ അതീവ ഭക്തിയോടെയും വൈകാരികതയോടെയുമാണ് നമ്മുടെ പ്രധാനമന്ത്രി കാണുന്നതെന്നാണ് ഈ തീരുമാനം വ്യക്തമാക്കുന്നത്. വേണമെങ്കിൽ ഒരു സാധാരണ ഉദ്ഘാടനം പോലെ പ്രധാനമന്ത്രിക്ക് ജനുവരി 22-ന് അയോധ്യയിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. ഒരു കുഞ്ഞു ബാലനായി രാംലല്ല അയോധ്യയിലെ ജന്മസ്ഥലിലേക്ക് തിരിച്ചു വരുമ്പോൾ വിനീത വിധേയനായി വ്രതാനുഷ്ഠാനങ്ങളോടെ നിൽക്കണമെന്ന ഉയർന്ന ചിന്തയാണ് നരേന്ദ്രമോദി ഇതിലൂടെ ലോകത്തിന് പകർന്നു നൽകുന്നത്. അടുത്ത ആഴ്ച പ്രധാനമന്ത്രി 2 ദിവസം നമ്മുടെ കേരളത്തിലും ഉണ്ടാകും. അപ്പോഴും രാമചന്ദ്ര ഭഗവാനു വേണ്ടി വ്രതം നോറ്റ് ഉപവാസം അനുഷ്ഠിച്ചാണ് മോഡി എത്തുക. 17-ന് മഹാവിഷ്ണുവിന്റെ സവിധമായ ഗുരുവായൂരിലെത്തുമ്പോൾ അവിടെ നിന്നും പകർന്നു കിട്ടുന്ന തീർത്ഥ ജലമായിരിക്കും അന്ന് പ്രധാനമന്ത്രി മോഡിക്ക് ഊർജം നൽകുന്ന ആഹാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.